നമ്പൂതിരിമാർ കൈമാറിയ ഒരു വിളക്ക് തന്നെയാണ് ഞങ്ങളിപ്പോഴും ഉപയോഗിക്കുന്നത്. അപ്പോൾ രാവിലെ ആ വിളക്ക് അങ്ങോട്ട് കത്തിച്ചു കഴിഞ്ഞാൽ നല്ലൊരു മുക്കമ്പം വരും. സാറിന് പ്രായത്തിന്റെ ചില മനസ്സിന്റെ ചാബല്യങ്ങളാണ് ഇതൊക്കെ. അത് ഈ പറയുന്നവന് അത് മനസ്സിലാവാത്തതുകൊണ്ട് പറയുന്നതാണ്. ഞാൻ ആദ്യമായിട്ട് ഈ ആത്മാവിനെ അല്ലെങ്കിൽ അതിൻ്റെ ശക്തി റെക്കഗ്നൈസ് ചെയ്യുന്നത് ഒരു 20 വയസ്സുള്ളപ്പോഴാണ്. നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു ആത്മാക്കളെ കാണുകയാണ്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ കത്തിക്കാതെ തന്നെ കുന്തിരിക്കം വേണം. ഇന്ത്യ ലൈവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളോടൊപ്പം ഉള്ളത് കേരളത്തിലെ മുൻനിരയിലുണ്ടായിരുന്ന വിരമിച്ച IPS ഉദ്യോഗസ്ഥനായിട്ടുള്ള അതുപോലെ തന്നെ മുൻ DGP ഒക്കെ ആയിട്ടുള്ള ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് ആണ്. നമസ്കാരം സാർ. നമസ്കാരം. സാറിൻ്റെ ഒരുപാട് ഈ വിഷയങ്ങളെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്ന ഒരുപാട് പേര് കേട്ടിട്ടുണ്ടായിരിക്കും. ഞാൻ തന്നെ ചോദിക്കുകയാണ്, സാറ് സംസാരിച്ചിട്ടുള്ള ഈ വിശ്വാസങ്ങളെ പറ്റിയിട്ട്, ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളെ പറ്റിയിട്ടൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞൊരു ഒരു കാര്യമാണ്, അന്ധവിശ്വാസങ്ങളെ സമൂഹത്തിലേക്ക് പരത്തുകയാണോ അലക്സാണ്ടർ ജേക്കബ് ചെയ്യുന്നത്? സാറ് ഒന്ന് പറയാമോ, എങ്ങനെയാണ് ഇത്തരത്തിൽ ഇങ്ങനെ പറയുന്നത്? എനിക്കിങ്ങനെ അനുഭവപ്പെട്ടു, ഇതിന് തെളിവുണ്ടോ? തെളിവല്ല, ഞാനിപ്പോഴൊരു 14,000 ക്ഷേത്രങ്ങളിൽ പോയി പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പം ഋഗ്വേദം തൊട്ട് രാമായണം തൊട്ട് മഹാഭാരതം തൊട്ട് ഇതിഹാസങ്ങളും പുരാണങ്ങളും തൊട്ട് നമ്മളതിനെപ്പറ്റി സംസാരിക്കും. അപ്പോൾ ഭാരതത്തിൻ്റെ ഇതിഹാസങ്ങളും പുരാണങ്ങളും വെറും അന്ധവിശ്വാസങ്ങളാണ്, മിത്തുകളാണെന്ന് വിശ്വസിക്കുന്ന ധാരാളം ജനങ്ങളുണ്ട്. അവർ നമ്മളെ അവിടെ തന്നെ ആക്രമിക്കും. ഞാനൊരു ക്രിസ്ത്യാനിയാണ്. ഞാൻ ഒരുപാട് ക്രിസ്ത്യൻ പള്ളികളിൽ പോയി സുവിശേഷം ഘോഷിക്കും. അപ്പോൾ പഴയ നിയമത്തിലെ കാര്യങ്ങൾ പറയും, മോശ ചെയ്ത അത്ഭുതങ്ങൾ പറയും, യേശുക്രിസ്തു പറയുന്ന അത്ഭുതങ്ങൾ പറയും. അപ്പോൾ ഇതൊക്കെ മിത്താണെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. ഇതൊക്കെ ക്രൈസ്തവർ പറഞ്ഞു വരുത്തുന്ന അന്ധവിശ്വാസമാണ്. ഇങ്ങനെ വെള്ളത്തിന് മുകളിൽ കൂടെ നടക്കാൻ പറ്റുമോ, കൊടുങ്കാറ്റിനെ ശമിപ്പിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട്, കുഷ്ഠരോഗി അങ്ങനെ സുഖമാക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും. അപ്പോൾ അത് അവരുടേതായ ലെവലിൽ അവർക്ക് തോന്നുന്നൊരു സംഭവമാണ്. അപ്പോൾ ഞാൻ ഇസ്ലാം മതത്തിൻ്റെ ഒരുപാട് ആയിരക്കണക്കിന് അവിടെ പോയി പള്ളികളിൽ പ്രസംഗിക്കും. അതുപോലെ തന്നെ ഞാൻ അവരുടെ നബിദിനത്തിന് പ്രസംഗിക്കും. അപ്പോൾ ഒരു അന്ധകാരമായ ഒരു ഭൂഖണ്ഡത്തിൽ ഒരു മരുഭൂമിയിൽ ജനിച്ച ഒരു മഹാനായ പ്രവാചകൻ ലോകചരിത്രത്തെ മാറ്റിമറിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം എങ്ങനെ ലോകചരിത്രത്തെ മാറ്റിമറിച്ചു എന്ന് പറയുമ്പോൾ മുസ്ലിം വിരോധമുള്ള ധാരാളം ആളുകളുണ്ട്. അവർക്ക് ദഹിക്കാൻ പറ്റില്ല. അവരോട് ഇയാൾ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുകയാണ് എന്ന് പറയും. പക്ഷേ ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ ആത്മീയമായ അനുഭവങ്ങൾ പറയുന്നതാണ്. അപ്പോൾ ആത്മീയമായ കാര്യം പറയുമ്പോൾ എല്ലാ മനുഷ്യൻ്റെയും തലച്ചോറിനകത്ത് ഈ പാരാസൈക്കോളജിക്കലായ വിവരം അറിയാൻ വേണ്ടിയുള്ളൊരു പവറുണ്ട്. ചിലരിത് ഭംഗിയായിട്ട് വളർത്തും, ചിലരിത് ഭംഗിയായിട്ട് വളർത്തുകയില്ല. അപ്പോൾ വളർന്ന ഒരാൾക്ക് അനുഭവപ്പെടുന്നൊരു സംഭവം അത് ഡെവലപ്പ് ചെയ്യാത്തൊരാൾക്ക് ഒരു കാരണവശാലും മനസ്സിലാകത്തില്ല. ആത്മാവുണ്ടോ, പ്രേതമുണ്ടോ, ഭൂതമുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അത് ഒരു കൂട്ടം ആളുകൾക്ക് മനസ്സിലാവും, മറ്റേ കൂട്ടം ആളുകൾക്ക് മനസ്സിലാകത്തില്ല. അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ ആത്മാവ് പ്രേതം എന്നൊക്കെ പറയുന്നത് ഒന്ന് ഫിസിക്സ് കൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു സാധനം എൻ്റെ ലെവലാണ്. അപ്പോൾ നമുക്ക് ഈ കണ്ണുകൾ കൊണ്ട് സപ്തവർണ്ണങ്ങൾ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് ഉൾപ്പെടെയുള്ള കളറിന് അതിൻ്റെ പല ഭഗഭേദങ്ങൾ മനസ്സിലാവും. പക്ഷേ 80% ഓഫ് യൂണിവേഴ്സും ഡാർക്ക് യൂണിവേഴ്സാണ്, അവിടെ പ്രകാശമേ ഇല്ല. അപ്പോൾ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റുന്നത് 10% കൂടുതലില്ല. നമ്മുടെ ചെവി കൊണ്ട് നമ്മൾ കേൾക്കും. 20 ഡെസിബിൾ തൊട്ട് 20,000 ഡെസിബിൾ വരെ നമുക്ക് നോർമൽ മാനിന് കേൾക്കാൻ പറ്റും. പട്ടിക്ക് അതിനപ്പുറത്തുള്ള ശബ്ദം കേൾക്കാം. അതുകൊണ്ടാണ് പട്ടി ചിലപ്പോൾ എഴുന്നേറ്റ് കുരയ്ക്കും. നമ്മൾ കേൾക്കാത്ത ശബ്ദം പട്ടി കേൾക്കുമ്പോൾ അത് എഴുന്നേറ്റ് കുരയ്ക്കും. അപ്പോൾ നമ്മുടെ ചെവികൾ കൊണ്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്നത് പ്രപഞ്ചത്തിലെ ശബ്ദത്തിൻ്റെ ഒരു 10% ഉള്ളൂ. പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ടോട്ടൽ നമുക്ക് പ്രപഞ്ചത്തിൽ അറിയാൻ പറ്റുന്നത് 10%. അതിനെ നമുക്ക് അപഗ്രഥിച്ച് പഠിക്കാൻ വേണ്ടി ഒരു 1350 ഗ്രാമുള്ള ഒരു തലച്ചോറുണ്ട്. അതിൽ 950 ഗ്രാമേ ഉള്ളൂ സെറിബ്രം. ആ സെറിബ്രത്തിൻ്റെ ഒരു 600 ഗ്രാംസേ ഉള്ളൂ കോഗ്നിഷൻ എന്ന് പറയുന്ന സംഭവം. അപ്പോൾ പ്രപഞ്ചത്തിൽ നമ്മുടെ തലച്ചോറ് കൊണ്ടും പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടും നമുക്ക് ഗ്രഹിക്കാൻ പറ്റുന്ന ഒരു 8% മാത്രമേ ഉള്ളൂ. പക്ഷേ ചിലർ ആത്മീയമായ ഒരു ലെവലിൽ വളർന്നു കഴിയുമ്പോൾ അവർക്കതിനപ്പുറത്തുള്ള ശബ്ദം കേൾക്കാൻ പറ്റും. സാധാരണ മനുഷ്യന് കാണാത്ത സംഭവങ്ങൾ കാണാൻ പറ്റും. സാധാരണ മനുഷ്യന് കാണാൻ പറ്റില്ല. അപ്പോഴെന്ത് ചെയ്യും, മറ്റവരെന്ത് ചെയ്യും, യോം കാണുമെന്ന് പറയുന്നത് ഇമ്പോസിബിൾ, ഇത് അന്ധവിശ്വാസമാണെന്ന് പറയും. കൂടുതൽ സാറിനെ പറ്റി പറയുന്ന ഒരു കാര്യം പറയട്ടെ. സാറിന് ഈ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് പ്രായമായതുകൊണ്ടാണ്. പ്രായത്തിന്റെ ചില മനസ്സിന്റെ ചാബല്യങ്ങളാണ് ഇതൊക്കെ. അല്ല, സാറ് ശരിക്കും ഭൂതത്തെ കണ്ടിട്ടില്ല. അല്ല, അത് ഈ പറയുന്നവന് അത് മനസ്സിലാവാത്തതുകൊണ്ട് പറയുന്നതാണ്. അവൻ്റെ കോഗ്നിഷൻ ലെവൽ അത്രേ ഉള്ളൂ, മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അവൻ ഇമ്പോസിബിൾ ആണെന്ന് പറയും. അപ്പോൾ ആഫ്രിക്ക പോയ ശേഷം ആദ്യത്തെ ഈ യാത്രാവിവരണം എഴുതിയവർ ജിറാഫ് എന്നൊരു മൃഗത്തെ പറ്റി എഴുതി.
കഴുത്തിങ്ങനെ നീണ്ട് ഇത്രയും പൊക്കത്തിലൊരു മൃഗമുണ്ട്. യൂറോപ്പിലുള്ളവർ പറഞ്ഞു ദിസ് ഈസ് ഇമ്പോസിബിൾ, ഗോഡ് ഈസ് നോട്ട് എ ഫൂൾ. ഇത്രയും നീളമുള്ള കഴുത്തെന്തിനാണ്? തിന്നാൽ അപ്പോഴേ വയറ്റിൽ സാധനം എത്തണ്ടേ. അപ്പോൾ ഇത്രയും നീളമുള്ള കഴുത്ത് ദൈവം ഒരിക്കലും സൃഷ്ടിച്ചില്ല. ഗോഡ് ഈസ് നോട്ട് എ ഫൂൾ. അതുകൊണ്ട് ജിറാഫ് ഈസ് ഇമ്പോസിബിൾ. യൂറോപ്പിലെ അപ്പൈസ്വതര ആളുകൾ പറഞ്ഞതാണ്. പിന്നെ കപ്പലിൽ കയറ്റി ഒരു ജിറാഫിനെ യൂറോപ്പിൽ കൊണ്ടുവന്നു. അപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത്, കാരണം ഉയർന്ന മരത്തിൽ നിന്ന് തിന്നാൻ വേണ്ടിയാണ് ഇത്ര വലിയൊരു കഴുത്ത് കൊടുത്തത് എന്ന് ഈശ്വരവിശ്വാസികളെ ആളുകൾ പറഞ്ഞു. ജിറാഫ് ഈസ് ഇമ്പോസിബിൾ. ദൈവത്തിന് ഇങ്ങനൊരു ഫൂളിഷ് ക്രിയേച്ചർ ഉണ്ടാകാൻ പറ്റത്തില്ലാന്ന്. അപ്പോൾ ഒരാളുടെ കോഗ്നിഷൻ ലെവലിലാണ് മറ്റേയാളുടെ കോഗ്നിഷൻ ലെവൽ ഇമ്പോസിബിൾ ആണെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആത്മീയമായ അനുഭവത്തിലൂടെ നമ്മളൊരു ലെവൽ എത്തിയെങ്കിലേ അത് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനകത്തുള്ള ചോദ്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഹൈഡ്രജൻ ആറ്റം കണ്ടിട്ടുണ്ടോ? ഹൈഡ്രജൻ ആരും കണ്ടിട്ടില്ല. ഹൈഡ്രജൻ ആറ്റം ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലും കാണാൻ പറ്റിയില്ല. പക്ഷേ ഹൈഡ്രജൻ ആറ്റം ഉണ്ടെന്നും അതുകൂടെ ചേർന്നിട്ടാണ് വെള്ളം ഉണ്ടായെന്നും നമ്മൾ കുടിക്കുന്നുള്ള അതാണെന്നും നമ്മുടെ ശരീരത്തിൻ്റെ ഒരു 45% ഹൈഡ്രജനാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നമ്മൾ കാണാത്തൊരു സാധനം നമ്മൾ വിശ്വസിക്കുകയാണ്. മരിയാന ട്രഞ്ച് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇതുവരെ ആരും മരിയാന ട്രഞ്ച് കണ്ടിട്ടില്ല. പസഫിക് സമുദ്രത്തിനടിയിൽ 5.5 കിലോമീറ്റർ താഴെ ഒരു താഴ്ച ഉണ്ടെന്നുള്ളത് അത് കാണാൻ ആർക്കും പറ്റിയിട്ടില്ല. ക്യാമറ ഇതുവരെ കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. ബട്ട് നമ്മൾ ബിലീവ് ചെയ്യുന്നു അങ്ങനൊരു സാധനം ഉണ്ടെന്ന്. സോളാർ സിസ്റ്റം അപ്പുറത്തോട്ട് മനുഷ്യൻ പോയിട്ടേ ഇല്ല. പക്ഷേ 50,000 കോടി നക്ഷത്രങ്ങൾ ഉണ്ടെന്നും അതിലോരോന്നും ഇങ്ങനെ ആണെന്നും ഏതോ പ്രകാശരശ്മി വെച്ച് വ്യാഖ്യാനിച്ച ഒരു ശാസ്ത്രജ്ഞൻ പറയുമ്പോൾ നമ്മളങ്ങ് വിശ്വസിക്കാനുണ്ടോ എന്ന് മനസ്സിലാകുന്നുണ്ട്. 80% യൂണിവേഴ്സ് ഈസ് ബ്ലാക്ക് യൂണിവേഴ്സ്. അപ്പോൾ നമ്മൾ കാണാത്തതും പഞ്ചേതനും കൂടെ അറിയാത്ത ഒരുപാട് കാര്യം നമ്മൾ വിശ്വസിക്കും. കാര്യം അത് അറിവുള്ളവർ പറയുമ്പോൾ വിശ്വസിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, ഞാൻ ആദ്യമായിട്ട് ഈ ആത്മാവിനെ അല്ലെങ്കിൽ അതിൻ്റെ ശക്തി റെക്കഗ്നൈസ് ചെയ്യുന്നത് ഒരു 20 വയസ്സുള്ളപ്പോഴാണ്. നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു ആത്മാക്കളെ കാണുകയാണ്. അപ്പോൾ എൻ്റെ വീടെന്ന് പറയുന്നത് തുമ്പമൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ പന്തളം രാജാവ് 1340 ആയപ്പോഴേക്കും പന്തളം രാജകൊട്ടാരം പണിഞ്ഞു. എന്നിട്ടത് വലിയ കോയിക്കലാണ്. എന്നിട്ട് അദ്ദേഹം ആ സ്ഥലത്തിനെ പാണ്ഡ്യന്മാരുടെ രാജ്യം എന്ന് വിളിച്ചു. ആളവല്ലെങ്കിൽ രാജ്യം, അങ്ങനെ പന്തളമായി. ഈ രാജാക്കന്മാർക്കൊരു തെക്കേ കോയിക്കലുണ്ടായിരുന്നു. അതെൻ്റെ വീട്ടിൻ്റെ ബാക്കിലായിരുന്നു തെക്കേ കോയിക്കൽ. അവരുടെ ഒരു പൂജാരിമാരുണ്ടായിരുന്നു. അവരാണ് പുത്തൻ വീട്ടിൽ ശിവമഠം. അപ്പോൾ 1816 കഴിഞ്ഞപ്പം പന്തള രാജാക്കന്മാർ അവിടുത്തെ കുടുംബം വിട്ടിട്ട് പന്തളത്ത് പോയി. അപ്പോൾ ഈ പന്തള രാജാവിൻ്റെ കുടുംബം വാങ്ങിച്ചത് ഞങ്ങളുടെ വീടാണ്. പുത്തൻ വീട്ടിൽ ശിവമഠം എന്ന് പറയുന്ന നമ്പൂരിമാർ അങ്ങ് പന്തളത്തോട്ട് മാറിയപ്പം ആ പുത്തൻ വീട്ടിൽ ശിവമഠം ഞങ്ങളാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ആ ശിവമഠം എന്നുള്ള വാക്ക് അങ്ങോട്ട് മാറ്റി ഞങ്ങൾ പുത്തൻ വീട്ടിൽ നിന്ന് മാത്രമാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ശങ്കരാചാര്യർ വന്ന് സ്ഥാപിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന തെക്കുള്ള വടക്കുന്നാഥ അമ്പലം, അതായത് തൃശ്ശൂരുള്ള വടക്കുന്നാഥ അമ്പലം പോലെ തെക്ക് ഞങ്ങളുടെ വീടിനടുത്തൊരു വടക്കുന്നാഥ ക്ഷേത്രം പണിഞ്ഞു. അതിന് 8 പൂജാരിമാർക്കാണ് കൊടുത്തത്. അതിൽ മെയിൻ പൂജാരിയായിരുന്ന ബലിയാനിക്കൽ ഇല്ലം. ആ ബലിയാനിക്കൽ ഇല്ലത്തിൻ്റെ ബ്രാഞ്ചാണ് ശബരിമല അമ്പലത്തിലെ തന്ത്രിമാരായ താഴമൺ തന്ത്രിമാർ. അത് ഞങ്ങളുടെ നാട്ടിൽ നിന്നാണ് താഴമൺ തന്ത്രിമാരുടെ ഉത്ഭവം. അവർ ചെങ്ങന്നൂർ പോയി ചെങ്ങന്നൂരിൽ നിന്നാണ് പിന്നെ ശബരിമലയ്ക്ക് പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഈ 800 കൊല്ലം പഴക്കമുള്ള ഇല്ലം ഞങ്ങൾ പൊളിച്ചിട്ടില്ല. ഞങ്ങളിപ്പോഴും പല നായന്മാരും നമ്പൂരിമാരോട് ഇല്ലം പൊളിച്ചോളാം, ഞങ്ങളില്ല ഇപ്പോഴും പ്രിസർവ് ചെയ്യുകയാണ്. ആ നമ്പൂരിമാർ കൈമാറിയ ഒരു വിളക്ക് തന്നെയാണ് ഞങ്ങളിപ്പോഴും ഉപയോഗിക്കുന്നത്. അപ്പോൾ രാവിലെ ആ വിളക്ക് അങ്ങോട്ട് കത്തിച്ച് കഴിഞ്ഞാൽ നല്ലൊരു മുക്കമ്പം വരും. അത് ആ വിളക്കിന് ചുറ്റും ഇങ്ങനെ പത്തി ആരതി ഒഴിഞ്ഞിട്ട് പോകും. വൈകിട്ടൊരു 6 മണിയാകുമ്പോൾ ഞങ്ങൾ വീണ്ടും വിളക്ക് കത്തിക്കും. അപ്പോൾ ഒരു 8 അടി മുക്കം വരും. അതിങ്ങനെ ആരതി ഒഴിഞ്ഞങ്ങ് പോകും. ഞങ്ങൾക്ക് CCTV ഉണ്ട്. ലോകത്തെവിടെ നിന്നാലും ഇത് കാണാൻ പറ്റും. അപ്പോൾ അവിടെ ഇഷ്ടം പോലെ പാമ്പുകളുടെ സാന്നിധ്യമാണ്. പാമ്പുകൾ ഇങ്ങനെ അഴിഞ്ഞ് വരും, ഞങ്ങളുടെ വീട്ടിൽ വരും, ഞങ്ങളുടെ കട്ടിലേക്ക് കയറി കിടക്കും, ഞങ്ങളുടെ ടീപ്പോയി കയറി കിടക്കും. ഒരു കടൂർ DYS പിന്നെ കാണാൻ വന്നു. അപ്പോൾ ഒരു മൂക്കമ്പം കഴിഞ്ഞു ഞങ്ങൾ രണ്ടിൻ്റെ ഇടയ്ക്കുള്ള ടീപ്പോയി കയറി DYS ചാടി എഴുന്നേറ്റു. നമ്മൾ ഇരിക്കട്ടെ, ഞങ്ങളുടെ സുഹൃത്തുക്കളൊന്നും ചെയ്യത്തില്ല. DYS പറഞ്ഞു, അയ്യോ സാറേ എനിക്കൊരു ഭാര്യ ഒരു മോളും ഉണ്ട് സാറേ, അത് എന്നെ പാമ്പ് കടിച്ച് ഞാൻ ചത്തുപോയ ഭാര്യയും കുഞ്ഞും അനാഥരാകും. അപ്പം അദ്ദേഹത്തിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഇത് ഞങ്ങളുടെ സുഹൃത്തുക്കളാണ് എന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇല്ല, ഞങ്ങളുടെ കൂട്ടുകാരെ പോലുള്ളതല്ലേ. ഇത് തുടക്കം ഇങ്ങനെ വന്ന സമയത്ത് ഇല്ല, ഞങ്ങളുടെ തലമുറകളായ ഞങ്ങളുടെ കൂടെ ഉള്ളതാണ്. കഴിഞ്ഞ 300 വർഷം ഞങ്ങളുടെ വീട്ടിൽ ആരെയും പാമ്പ് കടിച്ചിട്ടില്ല. അപ്പം ഒരിക്കൽ എൻ്റെ മൂത്ത മോളും എൻ്റെ അമ്മയും കൂടെ കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ രാത്രിയായപ്പോൾ തണുപ്പടിച്ചു. അപ്പോൾ അമ്മ ബെഡ്ഷീറ്റ് വലിച്ച് ശരീരത്തിലോട്ട് ഇട്ടു. എന്നിട്ടും തണുക്കുന്നു. അപ്പോൾ അമ്മ ബെഡ് സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ ഒരു 8 അടി മൂക്കൻ എൻ്റെ മോളുടെയും അമ്മയുടെ ഇടയിൽ കയറി സുഖമായിട്ട് കിടന്ന് ഉറങ്ങുക. അതായത് അമ്മ എൻ്റെ മോളെ ഇങ്ങനെ പിടിക്കുമ്പോൾ പാമ്പിൻ്റെ പുറത്തോടെ പിടിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ പാമ്പിനെല്ലാം മലയാളം അറിയാം. ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞപ്പോൾ പാമ്പ് കഴിഞ്ഞ് അങ്ങ് നിലവറയ്ക്കകത്തോട്ടങ്ങ് പോയി, നോ പ്രോബ്ലം. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ദിവ്യമായി ശക്തിയുള്ളൊരു വീട്ടിലാണ് ഞാൻ ജനിച്ച് വളരുന്ന വീടെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ DGP ജയിലിലായിരുന്ന സമയത്ത്
ജയിലിലെ ഒരു ഉദ്യോഗസ്ഥൻ എനിക്കിട്ട് കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ചെമ്പ് തകിടിനകത്ത് മന്ത്രമൊക്കെ ജപിച്ച് ഞങ്ങളുടെ തന്നെ ഒരു ജോലിക്കാരനെ പറഞ്ഞ് വീട്ടിലോട്ട് വിട്ടു. അവൻ ഈ ചെമ്പ് തകിടും കൊണ്ട് മെയിൻ ഗേറ്റ് അങ്ങോട്ട് കടക്കുകയും അവനെ എടുത്തൊരു ഏറ് വെച്ച് കൊടുത്തു അവിടുത്തെ സ്പിരിച്വൽ ഫോഴ്സസ്. പള്ളിപ്പെരുന്നാളാണ്, അവിടെ ഒരു ഓട് ഓളിങ്ങി നിൽക്കുകയായിരുന്നു. ഇവനൊരു 14 അടി പൊങ്ങി മേളിൽ പോയി. താപ്പോട്ട് വരുന്നവർക്ക് എല്ലാവരും കയറി പിടിച്ചു. മേപ്പോട്ട് പോയപ്പോൾ അവൻ പറയുന്നുണ്ട്, സാറേ ഞാനല്ലേ ഒരാൾ തന്നുവിട്ടാണ് ഞാൻ കുറ്റക്കാരനല്ലേ എന്ന് പറയുന്നുണ്ട് അവൻ. അപ്പോൾ ഇവർ ചെന്തോടെ എൻ്റെ കയ്യിലിരിക്കുന്നത്, അതൊരു ചെമ്പ് തകിടാണ്, സാറിനെതിരെ ഒരു ഉദ്യോഗസ്ഥൻ ചെയ്ത് തന്നു വിട്ടതാണെന്ന് പറഞ്ഞു. അപ്പോൾ സാറിന് ഒരു ഹൈ ജമ്പുകാരൻ ചാടിയാൽ അവൻ 8 അടി കൂടുതൽ ചാടാൻ പറ്റില്ല. അവനെ ഒരു സ്പിരിച്വൽ ഫോഴ്സ് അവനെ പൊക്കി ഒരു 14 അടി മേളിലേക്ക് വിടുകയാണ്. അപ്പോൾ അത്രയും ശക്തിയിലാണ് ഇവൻ എറിയപ്പെട്ടിരിക്കുന്നത്. പിന്നെ അത് മാന്ത്രിക വിധി പ്രകാരം അതിനെ ഡിസ്ട്രോയ് ചെയ്തു, ആ തകിടിനെ ഡിസ്ട്രോയ് ചെയ്തു. ആ സ്പിരിച്വൽ ഒരു എനർജി ആ ഇല്ലത്തിൻ്റെ എനർജിയാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ കുമ്പോട് താമസിച്ചിരുന്ന ബ്രാഹ്മണരായ ഇല്ലക്കാർ, പുത്തൻവീട്ടിൽ ശിവമടക്കാരുടെ മാന്ത്രിക ശക്തിയാണ്. ഈ താഴവൺ തന്ത്രിമാരെ പോലെ അവരുടെ എൻ്റെ ബന്ധുക്കളായ ഒരു ഇല്ലാണ്. അപ്പോൾ അവരുടെ ആ ഇല്ലത്തിൽ അവർ വെച്ചിരിക്കുന്ന ഒരു ശക്തിയാണ്. ഉദാഹരണത്തിന് സർപ്പം. ഞാൻ രാമായണത്തിലും മഹാഭാരതത്തിലും സർപ്പങ്ങളെ പറ്റി വായിച്ചിട്ടുണ്ട്. സർപ്പത്തെ ഭീമസേനൻ കണ്ട രംഗം വായിക്കുന്നുണ്ട്, കശ്യപ മുനി കണ്ട രംഗം ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനൊരു സാധനം ഭൂമിയിലുണ്ടെന്ന് ഞാൻ വിശ്വസിച്ചിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ പഠിച്ച സുവോളജിയിലെ ഒരു ടെക്സ്റ്റിലും, ഞാൻ സുവോളജി പഠിച്ച ഒരാളാണ്, ഞാൻ പഠിച്ച ഒരു സുവോളജി ടെക്സ്റ്റിലും സർപ്പം എന്നൊരെണ്ണത്തിൻ്റെ ഐറ്റം പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടെന്ന് വിശ്വസിച്ചിരുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ പഴയ ഇല്ലത്തിൽ ഒരു ദിവസം ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പുറത്തിറങ്ങി ചെല്ലുമ്പോൾ ഒരു സർപ്പം, സ്വർണ്ണ നിറമുള്ള ഒരടി നീളമുള്ള ഒരു പാമ്പ് നേരെ എഴിഞ്ഞ് എൻ്റെ ഫ്രണ്ടിൽ വന്നു. എൻ്റെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കി. അപ്പോൾ ഞാനിങ്ങനെ അത്ഭുതത്തോടെ നോക്കുകയാണ്. ഇങ്ങനൊരു ഒരു സ്പീഷീസ് ലോകത്തുണ്ടെന്ന് ഞാൻ വിശ്വസിച്ചിട്ടില്ല. ഈ പുരാണത്തിൽ, രാമായണത്തിൽ, മഹാഭാരതത്തിലും പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്, മിത്താണെന്ന് ഞാൻ ധരിച്ചു വെച്ചിരുന്നത്. പാമ്പിൻ്റെ മുഖത്തോട്ടൊക്കെ നോക്കിയിട്ട് വാലയെ കുത്തി ഒരു ചാട്ടം ചാടി 40 അടി പോയിട്ടാണ് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള പള്ളുവാക്കപ്പുരത്തിൻ്റെ ഭിത്തിയുടെ അടുത്ത കാട്ടിൽ പോയി വീഴുന്നത്. അപ്പോൾ ഒരു പാമ്പിന് ചാടാൻ പറ്റുമോ? മൃഗങ്ങൾക്ക് ചാടാൻ പറ്റും, കുരങ്ങിന് ചാടാൻ പറ്റും, മാന് ചാടാൻ പറ്റും. പക്ഷേ സ്നേക്ക് ജമ്പിങ് 40 feet ഞാൻ എൻ്റെ കണ്ടുകൊണ്ട് വിശ്വസിച്ചാൽ, ഇല്ലെങ്കിൽ എനിക്കങ്ങനെ വിശ്വസിക്കാൻ പറ്റും. ഞാൻ സുവോളജി ബുക്കിൽ വായിക്കാത്ത ഒരു സംഗതി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കാൻ പറ്റും. അപ്പോൾ ഒരുപക്ഷേ ഈ 800 കൊല്ലം പഴക്കമുള്ള ഈ നമ്പൂതിരി ഇല്ലത്തിലെ സ്പിരിച്വൽ എക്സ്പീരിയൻസ് എന്നെ ചെറുപ്പത്തിൽ സ്വാധീനിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ കുന്തിരിക്കം മണക്കും, ചിലപ്പോൾ കത്തിക്കാതെ തന്നെ കുന്തിരിക്കം മണക്കും. കുന്തിരിക്കം മണന്നാൽ ഞങ്ങളുടെ വീട്ടിൽ ആരോ ഒരാൾ ആശുപത്രിയിലായെന്നാണ് അതിൻ്റെ സിഗ്നൽ. അപ്പോൾ ഞങ്ങളപ്പോൾ ഫോൺ എടുത്ത് വിളിക്കുമ്പോൾ ഞങ്ങളുടെ ഒരു റിലേറ്റീവ് ആശുപത്രിയിലായിരിക്കും. അപ്പോൾ നമ്മുടെ ബന്ധു ആശുപത്രിയിലായെന്ന് നമ്മളെ അറിയിക്കാൻ വേണ്ടി ഈ പ്രാർത്ഥനാ മുറിയിൽ നിന്നാണ് ഈ കുന്തിരിക്കത്തിൻ്റെ മണം വരുന്നത്. അവിടെ കുന്തിരിക്ക കത്തിച്ചിട്ടില്ല, കത്തിക്കാത്ത ഒരു കുന്തിരിക്കത്തിൻ്റെ മണം. അപ്പോൾ എൻ്റെ ഫാദറിൻ്റെ യങ്ങർ ബ്രദറിൻ്റെ ഭാര്യ. അപ്പോൾ ഈ പ്രാർത്ഥനാ മുറിയുടെ മുമ്പിൽ ആരും വന്ന് സ്ത്രീകളൊന്നും ഇരിക്കാറില്ല. ഞാനും എൻ്റെ മൂത്ത ബ്രദർ സണ്ണിച്ചാനോട്ട് കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരിക്കലും എൻ്റെ ആൻറ്റി വന്ന് അവിടെ ഇരുന്നിട്ട്, അപ്പോൾ അവിടെ ഇരുന്ന റോഡിൽ നടക്കുന്ന സംഭവങ്ങൾ കാണാൻ പറ്റും, ഭിത്തി ഇല്ലാതെ കാണാൻ പറ്റും, മറ്റേതെല്ലാം ഭിത്തിയാണ്. അവിടെ ഇരുന്ന് അമ്മച്ചി അങ്ങ് ഉറങ്ങിപ്പോയി. ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു അച്ഛൻ വന്നിട്ട് ആൻറ്റിയെ അടിച്ചു. അപ്പോൾ ആൻറ്റി അയ്യോ നിലവിളിക്കുന്ന കേട്ടിട്ട് ഞാനും അമ്മച്ചിയും കൂടെ ഇറങ്ങി ഓടി അവിടെ ചെന്ന് പറഞ്ഞൊരു അച്ഛനാ പ്രാർത്ഥന വന്ന് ഇറങ്ങി വന്ന് അടിച്ചു, ഇവിടെയാണോ ഇവിടെ ഇരിക്കുന്നത്, ഇവിടെ ഇരുന്ന് ഉറങ്ങുന്നോ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അമ്മച്ചൻ്റെ വെളുത്ത സുന്ദരിയായിരുന്നു. അപ്പോൾ അമ്മച്ചിയുടെ കവിളി നോക്കിയപ്പം 5 വിരലിൻ്റെ പാത്തി കിടപ്പുണ്ട് കവിളിൽ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ മരിച്ചുപോയ അച്ഛന്മാരുടെയൊക്കെ ഫോട്ടോ കാണിച്ചു. അപ്പോൾ അമ്മമ്മ സമ്മതിച്ചു, എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ പുത്തമ്പള്ളി യാക്കോബ് അത്തനാരാണ് അടിച്ചിരിക്കുന്നത്. ഫോട്ടോ കാണിച്ചാൽ പറഞ്ഞു, അച്ഛൻ നല്ല പ്രായമുണ്ട്, അച്ഛൻ്റെ ഈ കുപ്പായം ഇങ്ങനെ കിടപ്പുണ്ട്, തൊലിയൊക്കെ ഇങ്ങനെ തൂങ്ങി നിൽക്കുകയാണ്, വൃദ്ധരുടെ തൊലി കിടക്കുന്നവർ കിടക്കുകയാണെന്നൊക്കെ പറയുന്നത്. 1948 മരിച്ച അച്ഛൻ്റെ കാര്യം പറയുന്നത്. അടി നടക്കുന്നതിന് ശേഷം ഒരു 25 years കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇതൊരു ഞങ്ങൾക്ക് നേരിട്ട് പറഞ്ഞുകൊണ്ട് വിശ്വസിക്കുന്നു. വേറൊരാൾ പറയും 25 years മുമ്പ് മരിച്ച അച്ഛനെങ്ങനെ വന്ന് അടിക്കും, ഇനി ആത്മാവ് വന്ന് അടിച്ചാൽ ശരീരത്തിൽ അങ്ങനെ പാട് വീഴും, ഇത് മറ്റെന്തോ ഇൻഫ്ലുവൻസ് ആണല്ലോ എന്ന് തോന്നും. അപ്പോൾ അതാണ് അതിൻ്റെ ഇൻഫ്ലുവൻസ് വരുന്നത്.